എല്ലാവർക്കും സെന്റർ ഫോർ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ലെ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. KTUവിന്റെ സിലബസ് അനുസരിച്ച് മൊഡ്യൂൾ 6-ൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്. ഒരു 90% ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ തിയറിയും പ്രോബ്ലംസും ഈക്വൽ ചാൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് ഇത്. നമുക്കിനി സെക്ഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എന്താണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്? ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജീനിയസ് സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യാനാണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ സ്ലിപ്പ് സർഫസ് നമ്മൾ ഒരു ആർക്ക് ഓഫ് ദ സർക്കിൾ, ആ സർക്കിളിലെ ആർക്ക് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് എന്താണ് കൂടുതൽ സ്ലിപ്പ് സർഫസ് എന്നും എന്താണ് സ്ലോപ്പ് എന്നും നമുക്ക് അടുത്തൊരു ഇമേജിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ ഒരു സ്ലോപ്പ് എന്ന് പറയാം. ഒരു ഹില്ലിന്റെ മുകളിലോട്ട് കയറി പോകുന്ന ഒരു സ്ലോപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു എംബാക്ക്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എംബാക്ക്മെന്റിൽ അതിന്റെ സൈഡിൽ കാണുന്ന ഒരു സ്ലോപ്പാണ് ഇത് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ലിപ്പ് സർഫസ് ആണ് ഈ റെഡ് ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതില് ഫെയിലിയർ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉള്ള സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സ്ലിപ്പ് സർഫസിനെയാണ് നമ്മൾ ഒരു സർക്കിളിന്റെ ആർക്കായിട്ട് ഫ്രിക്ഷൻ സർക്കിളിൽ അസ്യൂം ചെയ്ത് അതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ അനാലൈസ് ചെയ്യുന്നത്. അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും മൊബിലൈസ്ഡ് കോഷ്യൻസും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫ്രിക്ഷൻ സർക്കിളിലേക്ക് പോകാം. ഫ്രിക്ഷൻ സർക്കിളിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സോയിൽ ആണ് എന്നുണ്ടെങ്കിൽ, സോയിൽ ഡ്രൈ ആണ്, സോയിൽ വേറെ വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ല, ആ ഒരു കേസാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ വരച്ചിരിക്കുന്നതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രിക്ഷൻ സർക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ പ്രോബ്ലത്തിൽ ഡ്രാ ചെയ്യുന്നത് ഈ ഫിഗർ തന്നെയാണ്. ഈ ഫിഗറിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ADBE എന്ന് പറഞ്ഞ ഒരു വെഡ്ജാണ്. ഇതിൽ AEB എന്ന് പറയുന്നതാണ് ഇതിന്റെ ആർക്ക് എന്ന് പറയുന്നത്. ഫെയിലിയർ സർഫസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ AEB ആണ്. വെയിറ്റ് W ആക്ട് ചെയ്യുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് 0 മുതൽ ഈ ആരോ വരെ വന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് A. അതൊക്കെ കണ്ടുപിടിക്കാൻ പർട്ടിക്കുലർ ഫോർമുലാസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം. ഇനി AO എന്ന് പറഞ്ഞ റേഡിയസ് തന്നെയാണ്, OB എന്ന് പറഞ്ഞാലും റേഡിയസ് തന്നെ. ഈ റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ് AB എന്ന് പറയുന്നത്. ഇനി ഇതിലെ റിയാക്ഷണൽ ട്രയാങ്കിൾ ആണ് RCMW എന്ന് പറയുന്നത്. ഇത് ഈ വെയിറ്റ് ഈ നമ്മൾ ഫിഗർ വരച്ചിട്ടാണ് ഈ റിയാക്ഷണൽ ട്രയാങ്കിളിലോട്ട് വരയ്ക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് തിയറിയിലോട്ട് മാത്രം കിടക്കുന്നു. ഇത് ഫെയിലിയർ സർഫസ് എന്ന് പറഞ്ഞ AEB ആണ്. റേഡിയസ് R വിത്ത് സെന്റർ O, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതില് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വെഡ്ജില് AEBD എന്ന് പറയുന്ന ഈ വെഡ്ജില് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് W തന്നെയാണ്. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോഹിഷൻ ഫോഴ്സ് C along with the slip surface AEB. AEBയിൽ along ആയിട്ട് കോഹിഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് ആക്ട് ആയിട്ട് ചെയ്യുന്നത് റിയാക്ഷൻ R ഓൺ ദ സ്ലിപ്പ് സർഫസ്. ഈ സ്ലിപ്പ് സർഫസിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് R ആണ്. ഇവിടെ ഈ റിയാക്ഷൻ R ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്നത് 5m ഡിഗ്രി ആണ്. നമുക്ക് ഈ ചെറിയൊരു സർക്കിൾ അറിയാം, ഓയിലെ ചെറിയൊരു സർക്കിൾ ഫ്രിക്ഷൻ സർക്കിൾ ആണെന്ന് നമുക്കറിയാം. ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ്, ഈ ഫ്രിക്ഷൻ സർക്കിളിന്റെ റേഡിയസ് R sin 5m ആണ്. ഈ R എന്ന് പറഞ്ഞാൽ ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. കോസി ഫോഴ്സ് CM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്മോൾ cm ഇൻറ്റു LA. സ്മോൾ cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലൈസ്ഡ് കോഹിഷൻ ആണ്. LA എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ആർക്കാണ്. നമുക്ക് ഈ ഫോഴ്സ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്നത് വലിയ കോസി ഫോഴ്സ് CM തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്യാപിറ്റൽ CM തന്നെയാണ് നമുക്ക് ഈ കോസി ഫോഴ്സ് എന്നെയാണ് ഈ ഫോഴ്സ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്നത്. ഫോഴ്സ് ട്രയാങ്കിൾ അല്ല നമുക്ക് ആദ്യം കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ ഫോഴ്സ് ട്രയാങ്കിൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത് W ആണ്. ഫസ്റ്റ് W ഡ്രോ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫോഴ്സ് ട്രയാങ്കിളിലേക്ക് വരയ്ക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഫോഴ്സ് അലോങ് ആർക്ക് AEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ cm ഇൻറ്റു LC ആണ്. ഇനി ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്, ആക്ച്വൽ ഫോഴ്സിന്റെ എല്ലാ മൊമെന്റ് അബൌട്ട് O എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ LC ഇൻറ്റു CM ഇൻറ്റു A ഈസിക്കൽ ടു CM ഇൻറ്റു LA ഇൻറ്റു R ആണ്. ഇവിടെ നിന്ന് നമുക്ക് സ്മോൾ a ഈസിക്കൽ ടു R ഇൻറ്റു LA ബൈ LC എന്ന് കിട്ടും. ഈ സ്മോൾ a എന്ന് പറഞ്ഞാൽ ഇതാണ്. LAയ്ക്കും LCക്കും പർട്ടിക്കുലർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ R നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, നമുക്ക് ഈ ഒരു ഫിഗറിലെ ഡയറക്ഷൻ R ഒബ്റ്റെയിൻ ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്രിക്ഷൻ സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ R കിട്ടും. ഫസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട എപ്പോഴും W ആയിരിക്കണം, രണ്ടാമത് CM. ഈ W യും CM തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു
പോർഷൻ ഉണ്ടല്ലോ, ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനിലേക്ക് നമ്മൾ ടാൻജന്റ്, ഇതിന് ടാൻജന്റ് ആയിട്ട് ആ പോർഷനിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ഈ ഫോഴ്സ് സി എമ്മും ആറും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫോഴ്സ് ട്രയാങ്കിൾ നിന്ന് തന്നെ നമ്മൾ ഈ ക്യാപിറ്റൽ സി എമ്മും നമുക്ക് ആറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഫോഴ്സ് ട്രയാങ്കിൾ. ഫോഴ്സ് ട്രയാങ്കിൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ട ഡബ്ല്യു ആണ്. ഡബ്ല്യു പ്ലോട്ട് ചെയ്തിട്ട് ദെൻ സി എം കൊണ്ട് ഇതിന്റെ എൻഡ് കൊണ്ട് നമ്മൾ സെയിം ഡയറക്ഷനിൽ തന്നെ കൊണ്ടുവയ്ക്കണം. ആ സെയിം ഡയറക്ഷനിൽ കഴിഞ്ഞ് പിന്നെ ആറ് ആ സെയിം ഡയറക്ഷനിൽ ഇതിന്റെ മറ്റൊരു എൻഡിൽ കൊണ്ടുവയ്ക്കണം. അപ്പം നമുക്കൊരു ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ ട്രയാങ്കിളിൽ ഫസ്റ്റ് സി എമ്മിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് കോസി ഫോഴ്സിന്റെ നമുക്ക് വാല്യൂസ് കിട്ടുന്നതായിരിക്കും. കോസി ഫോഴ്സിന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ഇക്വേഷൻസ് ഉണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനും മൊബിലൈസ്ഡ് കോഷൻ കണ്ടുപിടിക്കാനും അങ്ങനെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കുന്നതായിരിക്കും. നമ്മൾ 7th പോയിന്റ് ആണ്. 7th പോയിന്റിൽ നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സി എം ഡിറ്റർമിൻ ചെയ്യുന്നത് ഫോഴ്സ് ട്രയാങ്കിൾ ആണ്. അടുത്ത സ്മോൾ സി എം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്മോൾ സി എം കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ സി എം ബൈ എൽ സി. ക്യാപിറ്റൽ സി എം എന്നാണ് നമുക്ക് ഫോഴ്സ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്നത്. സ്മോൾ സി എം എന്ന് പറഞ്ഞാൽ മൊബിലൈസ്ഡ് കോഷൻ ആണ്. മൊബിലൈസ്ഡ് കോഷൻ കിട്ടുന്നത് ക്യാപിറ്റൽ സി എം ബൈ എൽ സി. എൽ സി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോഡ് ആണ്. നമുക്ക് നേരത്തെ അറിഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഇതും. ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ഇതാന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഗ്രാഫാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എല്ലാം ഈക്വൽ ആണ് എങ്കിൽ ഈ ഒരു കർവിൽ 45 ഡിഗ്രി ലൈൻ ഇൻക്ലൈൻ ചെയ്താൽ മാത്രമേ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈക്വൽ ആകത്തുള്ളൂ. ഈ 3 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഏതൊക്കെയാന്ന് പറഞ്ഞാൽ എഫ് സി എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹഷൻ, F5 എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ, FS എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ. ഇത് 3ഉം ഈക്വൽ ആവണമെങ്കിൽ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ലൈൻ നമ്മൾ ഇൻക്ലൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് 3ഉം ഈക്വൽ ആവത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ള സബ്മർജ്ഡ് സ്ലോപ്പ് ആണ്. സബ്മർജ്ഡ് സ്ലോപ്പ് ആദ്യം നമ്മൾ ഡ്രൈ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ഡ്രൈ സോയിൽ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സബ്മർജ്ഡ് സോയിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സബ്മർജ്ഡ് സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ് ഇവിടെ നമ്മൾ വെയിറ്റ്, സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്, ഇതിന്റെ ബെഡ്ജിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ബെഡ്ജിന്റെ വെയിറ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇതിൽ 3 പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ് ആണ്. ന്യൂട്രൽ പാർട്ട് ഓഫ് ദ വെയിറ്റ് WU കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ V ഇൻറ്റു ഗാമ യു ആണ്. വേർ V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ വെഡ്ജ് ആണ്. ഇനി വാട്ടർ പ്രഷർ U ഈസ് ആക്ടിങ് ഓൺ ദ സ്ലോപ്പ് AD. വാട്ടർ പ്രഷർ AD, സ്ലോപ്പ് ADയിലായിരിക്കും വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. റിസൾട്ടന്റ് വാട്ടർ പ്രഷർ UB ആക്ടിങ് ഓൺ ദ കർവ് AEB. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തിയറി ചോദിക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ പഠിച്ച 7 പോയിന്റ്, ഡ്രൈ സോയിലർ തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ നേരത്തെ പഠിച്ച 7 പോയിന്റ് എഴുതുക. സബ്മർജ്ഡ് സ്ലോപ്പിന്റെ തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗർ വരച്ച് ഈ ഒരു 3 പോയിന്റും എഴുതുക. ഇനി അടുത്തത് സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതേപോലെ എഴുതി വെക്കുക. ഈ 3 ഇക്വേഷൻസും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. സഡൻ ഡ്രോ ഡൗൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ, ഈ സ്ലോപ്പിലുള്ള വാട്ടർ പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി. അങ്ങനെയാണെങ്കിൽ CM ഡാഷ് ഈസിക്കലു സ്മോൾ CM പ്ലസ് CA. സ്മോൾ CM ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മൊബിലൈസ്ഡ് കൊഹിഷൻ ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു കൊഹിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈസിക്കലു C ബൈ സ്മോൾ CM ഡാഷ് ഈസിക്കലു C ബൈ CM ഡാഷ് സ്മോൾ CM ഡാഷ് പ്ലസ് CA എന്ന് പറയുന്നത്. ഇവിടെ ഈ CA കൊണ്ടുവന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ മൊബിലൈസ്ഡ് കോഷൻ ആണ്. ഇവിടുത്തെ ന്യൂട്രൽ ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ CA എന്ന് പറയുന്ന അഡീഷണൽ മൊബിലൈസ്ഡ് കോഷൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തത്. തിയറി ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തിയറി, ഫ്രിക്ഷൻ സർക്കിളിന്റെ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസും തിയറിയുമാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. ഇനി നമുക്ക് അടുത്തത് പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലംസിലേക്ക് 2 പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ഡ്രോയിങ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നെങ്കിൽ ഫ്രിക്ഷൻ സർക്കിൾ വരച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഫ്രിക്ഷൻ സർക്കിൾ വരച്ച് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അത് ഒരെണ്ണം വരച്ച് പഠിച്ചാൽ നമുക്ക് പർട്ടിക്കുലർലി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അത് നോക്കി അനലൈസ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഒരു ബ്ലാങ്ക് പേപ്പറിൽ വെച്ച് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ അൺസപ്പോർട്ടഡ് സ്ലോപ്പ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് സ്ലൈഡിംഗ് ഫോർ ദ ട്രയൽ സ്ലിപ്പ് സർഫസ്. ടേക്ക് C is equal to 50 kN/m² and phi is equal to 0. The weight of the wedge is 2518 kN and act at a horizontal distance of 11 meter from the vertical AO. അപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇത് ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസപ്പോർട്ടഡ് സ്ലോപ്പിന്റെ ഒരു ഫിഗർ ആണ്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് ആണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ C തന്നിട്ടുണ്ട് 50 kN/m², phi തന്നിട്ടുണ്ട് 0. അതുകൊണ്ട് അതൊരു കോസീവ് സോയിൽ ആണ് നമുക്ക് മനസ്സിലാവും, phi 0 ആയതുകൊണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ AO എന്ന് പറയുന്ന ഇതിൽ നിന്ന് 11 മീറ്റർ മാറിയാണ് ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
ക്വസ്റ്റ്യനിൽ OB റേഡിയസ് 24 മീറ്റർ, അതിന്റെ തീറ്റ 65 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വെഡ്ജിന്റെ ആംഗിൾ 50 ഡിഗ്രി, വെഡ്ജ് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മീറ്റർ, നമുക്ക് കട്ടിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 14 മീറ്റർ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് AB കണ്ടുപിടിക്കാം. ഈ ആർക്ക് ലെങ്ത് AB കണ്ടുപിടിക്കാം. ആർക്ക് ലെങ്ത് AB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr/360 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത്. 2π നമുക്കറിയാം ഇൻറ്റു 24 ആണ് ഇതിന്റെ റേഡിയസ്, ഡിവൈഡ് ബൈ 360 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 65 ഡിഗ്രി. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് 27.21 മീറ്റർ ലെങ്ത് ഓഫ് ആർക്ക് ലെങ്ത്, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് നമുക്ക് കിട്ടി. അടുത്തായി നമുക്ക് അക്യുറ്റേറ്റിംഗ് മൊമെന്റ് MO നമുക്ക് കണ്ടുപിടിക്കണം. മൊമെന്റ് അബൌട്ട് MO കണ്ടുപിടിക്കണം. അപ്പം വെയിറ്റ് W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 11 ആണ്. 2518 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 27698 കിലോ ന്യൂട്ടൺ മീറ്റർ നമുക്ക് മൊമെന്റ് കിട്ടി. ഇനി റെസിസ്റ്റിംഗ് മൊമെന്റ് MR കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ ഉണ്ട് C ഇൻറ്റു LA ഇൻറ്റു R. നമുക്ക് C ഉണ്ട് 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. LA നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് ആർക്ക് 27.21 ഇൻറ്റു 24 ആണ് റേഡിയസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 32652 കിലോ ന്യൂട്ടൺ മീറ്റർ ആ മൊമെന്റും കിട്ടി. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ MR ഡിവൈഡഡ് ബൈ MO ആണ്, അതായത് റെസിസ്റ്റിംഗ് മൊമെന്റ് ഡിവൈഡ് ബൈ അക്യുറ്റേറ്റിംഗ് മൊമെന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.18. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്ന് പറഞ്ഞാൽ ഡ്രായിങ് മെത്തേഡ് ആണ്. ജിയോമെട്രി മെത്തേഡ് ഉപയോഗിച്ച് ഫ്രിക്ഷൻ സർക്കിൾ വരച്ച് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും മൊബിലൈസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അബൌട്ട് 90% KTU ക്വസ്റ്റ്യൻസിലും നമുക്കിത് പ്രതീക്ഷിക്കാം. ഇതിന്റെ തിയറി ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ തിയറീസ് എഴുതുക. ഓരോ പർട്ടിക്കുലർ ഡ്രൈ സോയിലിൽ, സബ്മർജ്ഡ് സോയിലിൽ അത് തിയറി എഴുതുക. പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഈ മെത്തേഡ്, ഒരു മെത്തേഡേ ഉള്ളൂ. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് പർട്ടിക്കുലർലി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചെയ്യേണ്ട കാര്യം വീട്ടിൽ പോയിരുന്ന് എല്ലാവരും വരച്ചു നോക്കുക. വരച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് അതായത് എക്സാം ഹാളിൽ ചെന്ന് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോ കണ്ടാൽ നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലിട്ട് പോവാം. A 10 meter height has been cut, made an angle of 80 degree to the horizontal. A possible circular failure surface has a radius of 22 meter and is passing through toe of the cut. The weight of failure mass is 1500 kilonewton and its center of gravity is at a distance of 10 meters from the center of failure circle. Property of the soils are C is equal to 40 kilonewton per meter square, phi is equal to 18, gamma is equal to 20 kilonewton per meter cube. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള. ഒരു ഹൈറ്റ് കട്ടുണ്ട്, ഒരു 10 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കട്ടുണ്ട്. അത് എത്ര ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്ലോപ്പ് എത്ര ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ 38 ഡിഗ്രിയാണ് ആ സ്ലോപ്പ് ചരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പോസിബിൾ സർക്കുലർ ഫെയിലിയറിന്റെ റേഡിയസ്, അതിന്റെ സർക്കുലർ ഫെയിലിയർ അതിന്റെ റേഡിയസ് 22 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ഫ്രം ദ ടോ ഓഫ് ദ കട്ട്. ഇത് വെയിറ്റ്, അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1500 കിലോ ന്യൂട്ടൺ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാൽ 10 മീറ്റർ ഡിസ്റ്റൻസ്. യൂഷ്വലി എല്ലാ ക്വസ്റ്റ്യൻസിനും ഇത്രയും ഡേറ്റ മാത്രമേ നമുക്ക് തരത്തുള്ളൂ. നമ്മൾ ഈ ഡേറ്റ വെച്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരയ്ക്കുക. എന്നാൽ ഗീവൺ ഡേറ്റ നമുക്ക് എടുത്ത് എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഗീവൺ ഡേറ്റ എടുത്ത് എഴുതി തന്നെ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് മാർക്ക്, ഒരു 1 മാർക്കൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഗീവൺ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് എഴുതും. ഗീവൺ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് റേഡിയസ് പറയുന്നുണ്ട് 22 മീറ്റർ, വെയിറ്റ് 1500 കിലോ ന്യൂട്ടൺ, CG 10 meter from the center of failure and angle to horizontal 38 degree. ഫസ്റ്റ് നമുക്ക് വരയ്ക്കാം. ആദ്യം ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. A എന്ന് പറഞ്ഞ ഒരു ലൈൻ ഞാൻ വരച്ചു. ഈ ലൈനിൽ നിന്ന് ഞാൻ 38 ഡിഗ്രി ഒരു ലൈൻ വരച്ചു. കാര്യം നമ്മളെ സ്ലോപ്പ് 38 ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 38 ഡിഗ്രി ഒരു ലൈൻ വരച്ചത്. ഈ ലൈനിൽ നിന്ന് ഞാൻ ഒരു 10 മീറ്റർ കട്ടുണ്ട്, ഹൈറ്റ് 10 മീറ്റർ ഹൈറ്റിലാണ് ഒരു കട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 10 മീറ്റർ ഡിസ്റ്റൻസ് ഞാൻ വെർട്ടിക്കലായിട്ട് വരച്ചു. ഇനി ഈ 10 മീറ്റർ ഡിസ്റ്റൻസും വരച്ച ലൈനും ഇതുമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ വരച്ച 38 ഡിഗ്രി ചരിഞ്ഞ ലൈനുമായിട്ട് മീറ്റ് ചെയ്തു. ഇനി അപ്പോൾ എനിക്ക് ഈ ഒരു സർഫസ് കിട്ടും. ആ ഒരു സർഫസിന് ഞാൻ B എന്ന് കൊടുത്തു. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു സർഫസ് എനിക്ക് കിട്ടി. ഇനി എനിക്ക് ആവശ്യമില്ലാത്ത ഈ 2 കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ അടുത്ത നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ റേഡിയസ് ഉണ്ട്. റേഡിയസ് ഞാൻ വെർട്ടിക്കലി 22 മീറ്റർ ഞാൻ റേഡിയസ് വരയ്ക്കുകയാണ്. നമുക്കറിയാം AO എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഈ റേഡിയസ് ആയിട്ട് വരച്ചത്. റേഡിയസ് ഒന്നല്ല 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കോമ്പസ് എടുത്ത് B എന്ന് പറയുന്ന ഇതിൽ ഞാനൊരു ആർക്ക് വരച്ചു. ആർക്കിന്റെ ലെങ്ത് 22 മീറ്റർ തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് ഞാൻ ഒരു ലൈൻ ഡ്രോ ചെയ്തു.
ആർക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് ലൈൻ ഡ്രോ ചെയ്തു, അതും 22 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയ ഫിഗറിന്റെ രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഈ ആംഗിൾ മെഷർ ചെയ്യുക. ഈ ആംഗിളാണ് നമ്മളെ തീറ്റ, ഈ ആംഗിൾ 55 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഈ ആംഗിളിന്റെ പകുതി മെഷർ ചെയ്ത് ഒരു ലൈൻ ഇതുപോലെ ജസ്റ്റ് വരച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടാൽ മാത്രം മതി. നമുക്ക് എയുടെ വാല്യൂ ആണ് ഈ ലൈൻ വേണ്ടത്, പക്ഷേ എയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഈ കിട്ടിയ ആംഗിളിന്റെ പകുതി 55 ഡിഗ്രിയുടെ പകുതിയായ 27.5 ആംഗിൾ മാർക്ക് ചെയ്ത് ഞാൻ ഒരു ലൈൻ വരച്ചു, ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ചുമ്മാ വെച്ചേക്കാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കാണ് എയുടെ ഇക്വേഷൻ R × LA/LC ആണ്. LAയുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R × 2π × R/360 × തീറ്റ. ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 55 ഡിഗ്രി ആണ്, R എന്ന് പറഞ്ഞാൽ 22 മീറ്റർ ആണ്. LC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ലെങ്ത് ഓഫ് ദ കോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 × R sin θ/2. ഈ കിട്ടിയ 27.5 ഡിഗ്രിയാണ് θ/2 എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് 22.86 മീറ്റർ എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇപ്പം ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ലൈൻ എത്ര മീറ്റർ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഓയിൽ നിന്ന് ഇതേ സെയിം ലൈനിൽ തന്നെ 22.86 മീറ്റർ അളന്ന് വരയ്ക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് ഈ 22.86 മീറ്റർ ഒന്നും വരണമെന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1:2 അല്ലെങ്കിൽ 1:3 റേഷ്യോ എടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ എല്ലാ വാല്യൂസിൻ്റെയും ലെങ്ത് ഉള്ള എല്ലാ വാല്യൂസിൻ്റെ ഹാഫ് 1/2 അല്ലെങ്കിൽ 1/3 വാല്യൂസ് ആയിട്ട് റേഷ്യോ എടുത്ത് ചെയ്ത് വരയ്ക്കാനായിരിക്കണം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഒരു സിസ്റ്റത്തിലായതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് വാല്യൂസ് 22 മീറ്റർ ഒക്കെ വരയ്ക്കാൻ പറ്റുന്നത്. പേപ്പറിൽ 22 മീറ്റർ വരയ്ക്കണമെന്നില്ല, അത് നമ്മൾ സ്കെയിൽ ചെയ്ത് സെന്റിമീറ്ററിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യണം. ചെറിയ സെന്റിമീറ്ററിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വരച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിപ്പോൾ എ കിട്ടി 22.86 മീറ്റർ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ നിന്നും ആർക്ക് വരയ്ക്കുകയാണ്. അപ്പം നമുക്ക് 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓയിൽ കോമ്പസ് വെച്ച് ഡി എന്ന് പറയുന്ന ലെങ്ത് 22 എടുത്ത് എ വരെ ആർക്ക് വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഞാൻ ആർക്ക് വരച്ചു. ഒന്നുകൂടെ പറയാം, ഓയിൽ കോമ്പസ് വെച്ച് ഡി വരെ മെഷർ ചെയ്ത് ഡിയിൽ നിന്ന് എ വരെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ വെഡ്ജ് കിട്ടി. ABDA എന്ന് പറയുന്ന വെഡ്ജ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇതിൽ നിന്നൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ബാക്കി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അറൈസ് ചെയ്ത് കളയുക. ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഇതാണ് കോഡ് എന്ന് പറയുന്നത്. എയുടെ ഡിസ്റ്റൻസ് 24, ഓക്കെ, 22.86 കിട്ടി. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ സർക്കിളാണ് വരയ്ക്കേണ്ടത്. ഫ്രിക്ഷൻ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് റേഡിയസ് അറിഞ്ഞു. റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. R sin φ. ഫൈയുടെ വാല്യൂ 18 എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 18 ഡിഗ്രി. അപ്പം 22 × sin 18 = 6.79 മീറ്റർ. അപ്പോൾ 6.79 മീറ്ററിൽ ഓയിൽ സെന്റർ ആക്കിയിട്ട് ഞാൻ വരയ്ക്കേണ്ടത്. 6.79 മീറ്റർ റേഡിയസ് ഓയിൽ കോമ്പസ് വെച്ച് ഞാൻ സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ സർക്കിൾ വരച്ചു. ഈ സർക്കിളിലെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കണം? 6.79 മീറ്റർ ആയിരിക്കണം. ഓയിൽ കോമ്പസ് വെച്ച് 6.79 മീറ്റർ വരയ്ക്കണം. ഇനി അടുത്ത വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി 10 മീറ്റർ ഫ്രം ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് 10 മീറ്റർ അളന്ന് ലൈൻ വരയ്ക്കുക. എയിൽ നിന്ന് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി AO ഈ ലൈൻ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന രീതിയിൽ 10 മീറ്റർ അളക്കുക. എയിൽ നിന്ന് തന്നെ അളക്കണം. എന്നിട്ട് അവിടെ ഞാൻ വെയിറ്റ് മാർക്ക് ചെയ്തു. ഇവിടെയാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇവിടെയാണ് ഇതിന്റെ വെയിറ്റ് മാർക്ക് ചെയ്തത്. ഇനി ഞാൻ ഈ വെയിറ്റ് കുറച്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് നമുക്ക് ഫോഴ്സ് ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് കുറച്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് W എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന ഈ കോഡ് AD ഉണ്ടല്ലോ, ഈ കോഡ് AD ഞാൻ താഴോട്ട് അതിന്റെ പേരലായിട്ട് വരച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഈ എയുടെ OA എന്ന് പറഞ്ഞ A 22.86 മീറ്റർ തീരുന്ന അടുത്ത് കൊണ്ടുവയ്ക്കണം. ഒന്നുകൂടെ പറയാം, AD എന്ന് പറയുന്ന കോഡ് അതേപോലെ അതിന്റെ സെയിം പേരലായിട്ട് ഈ എഡ്ജ് വരെ എയുടെ 22.86 എന്ന് പറയുന്ന ഈ എഡ്ജ് വരെ കൊണ്ട് ഞാൻ വെച്ച് ഇനി ഞാൻ അവിടെ C എന്ന് പറഞ്ഞു കൊടുത്തു. കറക്റ്റ് പേരലായിട്ട് തന്നെ വരയ്ക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഈ ADയുടെ കറക്റ്റ് പേരലായിട്ട് തന്നെ സെറ്റ് സ്ക്വയർ വെച്ച് നീക്കി ഈ എഡ്ജ് വരെ കൊണ്ട് വെക്കണം. അപ്പം ഈ ലൈൻ എന്ന് പറഞ്ഞ C ആണ്. ഈ സിയും ഡബ്ല്യൂയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ വെച്ച് തന്നെ നമ്മൾ R വരയ്ക്കണം. അതിനു മുമ്പ് ഞാൻ ഇവിടെ C മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ C എന്ന് പറയുന്ന ഈ ലൈൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബ്ല്യൂയും സിയും കൂടെ ജോയിൻ ചെയ്ത ഈ പോയിന്റിൽ തന്നെ ടാൻജന്റ് സർക്കിളിലേക്ക് വരയ്ക്കണം. അതാണ് നമ്മൾ R എന്ന് പറയുന്നത്.
ഞാൻ ആ കറക്റ്റ് അതിൽ ആ പോയിന്റ് കൂടെ തന്നെ പാസ് ചെയ്യണം. എറർ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് അതിൽ കൂടെ തന്നെ പാസ് ചെയ്ത് 6 വരച്ചു. കറക്റ്റ് ഈ പോയിന്റ് തന്നെ ഈ ടാൻജന്റ് പാസ് ചെയ്യണം. പോയിന്റും ടാൻജന്റ്, ഈ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഈ കറക്റ്റ് ഈ സിയും ഡബ്ല്യൂയും പാസ് ചെയ്ത പോയിന്റിൽ തന്നെ വേണം വരയ്ക്കാൻ. ഇനി അടുത്ത് നമുക്ക് ഫോഴ്സ് ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഫോഴ്സ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നോക്കാം. ഡബ്ല്യു 1500 കിലോ ന്യൂട്ടനാണ്. ഞാൻ 1500 കിലോ ന്യൂട്ടൺ, പക്ഷെ നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റത്തില്ല. പേപ്പറിൽ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 1:300 എടുക്കുകയാണ്. 1500നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ കിട്ടും. എന്നിട്ട് 5 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ആരോ വരയ്ക്കണം. ആരോ വരച്ചിട്ട് ഈ അതേ സെയിം ഡയറക്ഷനിൽ തന്നെ അത് വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിന്റെ പൊസിഷൻ എങ്ങനെയാണോ ആ സെയിം പൊസിഷനിൽ തന്നെ ഡബ്ല്യു വരയ്ക്കണം. അതിന് ആദ്യമായിട്ട് ഞാൻ ഒരു ആരോ വരച്ചു. ഈ ആരോ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. ഈ പൊസിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇത് കുറച്ചും കൂടെ നീക്കി വെച്ചു. ഈ പൊസിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. ഈ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ഫിഗറിൽ ഉണ്ടായിരുന്ന ഡബ്ല്യുവിന്റെ അതേ പൊസിഷനിലായിരിക്കണം. അതേപോലെ ആയിരിക്കണം ഈ ഡബ്ല്യു നമ്മളെടുത്ത ഈ 5 സെന്റിമീറ്റർ ഡബ്ല്യു, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ഡബ്ല്യുവിനെ കുറച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറ്റി വരച്ചു. റോളർ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി. എനിക്ക് സിസ്റ്റത്തിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം റോളർ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഡബ്ല്യുവിനെ നീക്കി സെയിം പാരലായിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ വരയ്ക്കുക. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ സി അതേ പൊസിഷനിൽ ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഈ ആരോയുടെ ഒരു എൻഡിൽ കൊണ്ട് ഇതിന്റെ ലൈൻ മുട്ടിക്കണം. എന്ന് പറഞ്ഞാൽ ഈ സി ഇതുപോലെ പാരലായിട്ട് റോളർ സ്കെയിൽ വെച്ച് ഡയറക്റ്റ് റോള് ചെയ്ത് ഡബ്ല്യുവിന്റെ ഒരു എൻഡിൽ കൊണ്ടുവയ്ക്കണം. സെയിം ഇതുപോലെ കൊണ്ട് വെക്കണം. പൊസിഷൻ ഒന്നും മാറാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത 6 ആണ്. 6ന് വേണ്ടി ഞാൻ ഈ ലൈൻ ഒന്ന് ഇത് മോഡിഫൈ ചെയ്ത് വരച്ചു വെച്ചു. പക്ഷെ 6 വരയ്ക്കാൻ വേണ്ടി ഞാൻ ഒന്ന് നീട്ടി വരച്ചു. കാര്യം ആ ചെറിയ 6 വെച്ച് നമുക്ക് ഇതിൽ കൊണ്ട് മുട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് 6 വലുതായിട്ട് വരച്ചു. വേറെ വ്യത്യാസമൊന്നുമില്ല. സി നമ്മൾ നേരത്തെ 2 വരച്ചത് തന്നെയാണ്. ഇനി ഈ 6 ഇതേപോലെ റോളർ സ്കെയിൽ വെച്ച് മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആരോയിലെ എൻഡിൽ കൊണ്ട് വെക്കണം. സി ഒരു എൻഡിൽ കൊണ്ട് വെച്ചു, 6 മറ്റൊരു എൻഡിൽ കൊണ്ട് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫോഴ്സ് ട്രയാങ്കിൾ കിട്ടത്തുള്ളൂ. ഇതേപോലെ പയ്യെ മൂവ് ചെയ്ത് പാരലായിട്ട് മൂവ് ചെയ്ത് പൊസിഷൻ ഒന്നും മാറാതെ അവിടെ കൊണ്ട് വെച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ സി എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്നുണ്ടെങ്കിൽ സി നമ്മൾ ഇവിടെ സി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ആക്ച്വലി സി എം ആണ്. സി എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9. ആക്ച്വൽ വാല്യൂ പക്ഷേ 0.9 അല്ല. നമ്മൾ റേഷ്യോ എടുത്തുകൊണ്ട് 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം 270 കിലോ ന്യൂട്ടൺ ആണ് സി എമ്മിന്റെ വാല്യൂ. നമുക്കിവിടെ സി എം മാത്രം മെഷർ ചെയ്താൽ മതി. നമുക്ക് മറ്റേതൊക്കെ മെഷർ ചെയ്താൽ ആറിന്റെ വാല്യൂവും സിയുടെ വാല്യൂവും ഡബ്ല്യൂയുടെ വാല്യൂ ഒക്കെ കിട്ടും. ഡബ്ല്യൂയുടെ വാല്യൂ ആൾറെഡി ഉണ്ട്. ആറിന്റെ വാല്യൂ സിയുടെ വാല്യൂ ഒക്കെ നമുക്ക് മെഷർ ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ വേണ്ടത് സിയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ മെഷർ ചെയ്തപ്പോൾ 0.9 മീറ്റർ എന്നാണ് കിട്ടിയത്, സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് 270 കിലോ ന്യൂട്ടൺ ആക്കി എഴുതി. ഇനി നമുക്ക് വേണ്ടത് സ്മോൾ സി എം ആണ്, മൊബിലൈസ്ഡ് കോഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ സി എം ബൈ എൽ സി. ക്യാപിറ്റൽ സി എം ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് 270 കിലോ ന്യൂട്ടൺ. അപ്പം സ്മോൾ സി എം ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 13.28 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. എൽ സി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോഡ് നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ്. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി അബൌട്ട് കോഷൻ എഫ് ഇ സി ഈസ് ഈക്വൽ ടു സി ബൈ സി എം. ഈ സി എന്ന് പറഞ്ഞാൽ സ്മോൾ സി ബൈ സ്മോൾ സി എം ആണ്. സ്മോൾ സി എന്ന് പറഞ്ഞാൽ 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നേരത്തെ ക്വസ്റ്റ്യനിൽ കിട്ടി. ബൈ സ്മോൾ സി എം 13.28 നമുക്ക് ഇപ്പം കിട്ടി. മൊബിലൈസ്ഡ് കോഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.01 ആണ് ഇതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ സജഷൻ ഇടാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ PDF നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദിസ് വീഡിയോ ഈസ് സ്പോൺസേർഡ് ബൈ സെന്റർ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ആം ഷഹന സൈനിങ് ഔട്ട് ഫ്രം സെന്റർ ഫോർ എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കണിലേക്ക് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ദിസ് ഈസ് ഷഹനാസ് ഷൈനിങ് ഔട്ട് ഫ്രം സെന്റർ ഫോർ എഞ്ചിനീയറിംഗ്.